ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും ഇവിടെ സുഖമാണ്. ഞാൻ ഇന്ന് മുട്ടച്ചോറാണ് ഉണ്ടാക്കുന്നത്. മുട്ടച്ചോറ് ചില സമയത്ത് എനിക്ക് മുട്ടച്ചോറ് ഉണ്ടാക്കി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മലപ്പുറം തറവാട്ടിലായിരുന്നപ്പോൾ ഈ മമ്മിയൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ ഈ ഉള്ളിച്ചോറൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഏകദേശം അതുപോലെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉള്ളിച്ചോറ് ഉണ്ടാക്കി കഴിക്കുന്നത്. കുറേ കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ഗാർഡനിലുണ്ടായ കുറച്ച് ഉള്ളിത്തണ്ടും ഞാൻ എടുക്കുന്നുണ്ട്. ഉള്ളിയൊടുക്കെ തന്നെ ഞാൻ ഉള്ളിത്തണ്ട് എടുത്തിട്ട് നല്ല മുറിച്ച് ചെറിയ പീസുകളൊക്കെ വെളുത്തുള്ളി ചെറിയ പീസുകളൊക്കെ ആക്കിയിട്ട്, ഞാൻ ചെറുള്ളി എടുക്കുന്നില്ല കാരണം ഉള്ളിത്തണ്ടുണ്ടല്ലോ. അതെല്ലാം കൂടെ ചെറുതായിട്ട് വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കോഴിമുട്ട പൊട്ടിച്ചിടും. പൊട്ടിച്ചിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചോറും ഇട്ടിട്ട് കഴിക്കും. പപ്പടം അച്ചാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് പ്ലാനിങ്. പിന്നെ എന്തൊക്കെ വിശേഷം? എല്ലാവരും എന്താ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നാട്ടിൽ നല്ല മഴയാണ്, ഇവിടെയും നല്ല മഴയാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മഴയേക്കാൾ കൂടുതൽ തണുപ്പാണ്. വല്ല എന്താ പറയുക, കോട്ടൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങണം, അല്ലാത്ത പക്ഷം നല്ല തണുപ്പാണ്. പിന്നെ ഇവിടെ പല അസുഖങ്ങളും പടർന്ന് പിടിക്കുന്നുണ്ട്. ഡെങ്കു ഡുങ്കിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, അസുഖങ്ങളൊന്നും വരാതെ. പിന്നെ വെള്ളമൊക്കെ കയറി പല സ്ഥലത്തും ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട്. എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ. പിന്നെ നമ്മുടെ സ്റ്റോറി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നല്ലൊരു ഹാപ്പി ഫാമിലിയാണ്. ഞാൻ വിചാരിച്ചു അന്നത്തെ എൻ്റെ കുറച്ച് ഹാപ്പി മൊമെൻറ്റും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് ഒരു സാഡ് മൊമെൻറ്റിലോട്ട് പോയാൽ പോരെ. അപ്പോൾ അന്നത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഡാഡിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറേ ജ്യേഷ്ഠന്മാരുണ്ട്. അവർ മൊത്തത്തിൽ 16 മക്കളാണ്. ഡാഡിയുടെ താഴെ ഒരു അനിയനും കൂടെ ഉണ്ട്, സെലിയത്താന്ന് വിളിക്കും. പുള്ളിക്കാരൻ്റെ മക്കളായിട്ട് എനിക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. 2 പെൺമക്കളായിരുന്നു, തക്കടു സെബീന എന്ന് വിളിക്കും. എനിക്കിപ്പോഴും അവരെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കറിയില്ല അവരെങ്ങനെ എടുക്കുന്നതൊന്നും എനിക്കറിയില്ല. സോ ഞാൻ ശ്രമിച്ചിട്ടില്ല. അവരും ഇങ്ങോട്ട് ശ്രമിച്ചിട്ടില്ലല്ലോ, കാരണം അവരുടെ ഒരു കുടുംബാംഗമാണ് ഞാൻ. അപ്പോൾ അവരും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഞാനായിട്ട് അങ്ങോട്ട് കയറി ചെന്ന് ശ്രമിക്കാതിരിക്കുന്നത് അവർക്ക് ഇനി എങ്ങനെ ഏത് രീതിയിൽ എടുക്കും, അവരെന്ന് എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്കറിയില്ല. സോ അതുകൊണ്ടാണ്. അന്നത്തെ കാലം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് തരുന്ന ഒരു കാലമായിരുന്നു. ഡാഡിയുടെ വേറൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു, കരിയത്താത്ത എന്ന് പറയും. പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകുമായിരുന്നു. പുള്ളിക്കാരൻ്റെ സൈക്കിളായിട്ട് വരും. അന്ന് കൂടുതൽ സൈക്കിളൊക്കെ ആയിരുന്നു. അപ്പോൾ സൈക്കിളിൻ്റെ മുന്നിലൊരു കുഞ്ഞു സീറ്റുണ്ട് എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നെ അതിനകത്ത് ഇരുത്തിയിട്ട് പുൽക്കണിയിലാണ് വീട്, പുൽക്കണിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ജ്യേഷ്ഠന്മാരെല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ വീട്ടിലൊക്കെ ആയിട്ട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ കിഴത്താൻ്റെ മോനുണ്ട് സാലി, അവനായിട്ടും ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അവർ തൊട്ടിപ്പുറത്തെ സൈഡിലെ വീട്ടിലാണ് സെലിയത്താത്ത, അതായത് അനിയനും മക്കളൊക്കെ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടും കളിക്കും, ഇവിടെ പോയിട്ട് കളിക്കും. പുള്ളിക്കാരൻ എന്നെ കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ വാരിത്തന്ന് കുളിപ്പിച്ച് ഉറക്കും. എനിക്കാണെങ്കിൽ ഉറങ്ങണ്ട, പുള്ളിക്കാരാണെങ്കിൽ പിടിച്ച് കിടത്തി ഉറക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര നല്ല സ്നേഹമൊക്കെ ആയിരുന്നു. ഞാനും സാരി എന്നിട്ട് പിന്നെ കുറേ കുരുത്തക്കേടൊക്കെ ആയിട്ട് പേരമരത്തിലൊക്കെ കയറി അവിടെ ഇവിടെയൊക്കെ തെണ്ടി നടന്നു. കരിയത്താത്താണെങ്കിൽ കുറച്ച് ഭയങ്കര ദേഷ്യക്കാരനാണ്, ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ കുറച്ച് പേടിയൊക്കെയാണ് എനിക്ക്. പിന്നെ അവിടെ ഒരു ചാമ്പമരം ഉണ്ടായിരുന്നു, വലിയൊരു ചാമ്പമരം. അത് നമ്മുടെ ആപ്പിൾ ചാമ്പയില്ലേ, അതിൻ്റെ റെഡ് കളറ്, നല്ല ടേസ്റ്റ്. അതിൻ്റെ പൂവൊക്കെ ഇങ്ങനെ നിലത്ത് വീഴുന്നിട്ട് ആ പൂമെന്നൊക്കെ ഞാനിങ്ങനെ ഓരോ പീസൊക്കെ വെച്ചു, നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരുപാട് ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. അക്കച്ചി ഉണ്ടായിരുന്നു, ഇപ്പം എവിടെയൊന്നും അറിയില്ല. അക്കച്ചീനെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അക്കച്ചീനെ.
അവരൊക്കെ എൻ്റെ ഏറ്റവും വലിയ കമ്പനി. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അവരെവിടെ എന്താണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഇതിനെ പറ്റിയിട്ട് കഥകളൊക്കെ പറയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയിട്ട്. താങ്ക് യു.